കരുവന്നൂർ കേസിൽ കെ രാധാകൃഷ്ണൻ എം പി ഉടൻ ഇഡിക്ക് മുമ്പാകെ ഹാജരാകില്ല. ഹാജരാകാനുള്ള ഇഡി നോട്ടീസിന് മറുപടി നൽകിയിട്ടുണ്ട് CPM നേതാവ്. പാർലമെന്റ് നടക്കുന്ന കാര്യം ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം തൽക്കാലം സമയം നീട്ടി ചോദിച്ചത്. അതേസമയം കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ച നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് CPM വാദം. ഇഡിയുടെ സമൻസിന് പിന്നിൽ BJPയുടെ രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാനുള്ള നീക്കമാണ്. ഇഡിയെ ഭയപ്പെടേണ്ട കാര്യമില്ല, ഏത് അന്വേഷണവും നേരിടാം. ദേശീയതലത്തിൽ തന്നെ രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാൻ BJPയുടെ ശ്രമമാണ് നടക്കുന്നത്. ഡൽഹിയിൽ നിന്നും ഇന്നലെയാണ് എത്തിയത്. വൈകുന്നേരമാണ് നോട്ടീസ് വന്ന കാര്യം അറിയുന്നത്. ഇന്നലെ ഹാജരാകണം എന്നായിരുന്നു നോട്ടീസിൽ ഉണ്ടായിരുന്നത്. മറുപടി നൽകിയിട്ടുണ്ട്. പാർലമെന്റ് കഴിയുന്നതുവരെ ഹാജരാകാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാട്ടി കത്ത് നൽകിയിട്ടുണ്ടെന്നും രാധാകൃഷ്ണൻ വ്യക്തമാക്കി. ബാങ്ക് അക്കൗണ്ട്, ഭൂമി സംബന്ധമായ കാര്യങ്ങൾ, ആസ്തി തുടങ്ങിയ ഡോക്യുമെന്റുകൾ ഹാജരാക്കാനാണ് നോട്ടീസിലുള്ളത്. ഏത് കേസാണെന്ന് നോട്ടീസിൽ പറയുന്നില്ല. എതിരാളികളെ എങ്ങനെ അമർച്ച ചെയ്യാൻ കഴിയും എന്നാണ് ED നോക്കുന്നത്. വ്യക്തിപരമായ സ്വത്തുക്കളുടെയും മറ്റ് ഡോക്യുമെന്റ്സുകളും കൊണ്ടുചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് കരുവന്നൂർ വിഷയം സംബന്ധിച്ച് ചർച്ചയുണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പുതിയ സാഹചര്യത്തിൽ രാധാകൃഷ്ണൻ MPക്ക് വീണ്ടും സമൻസ് നൽകും. കഴിഞ്ഞ ദിവസം കെ രാധാകൃഷ്ണൻ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നില്ല. കരുവന്നൂർ തട്ടിപ്പ് നടക്കുമ്പോൾ CPM ജില്ലാ സെക്രട്ടറി ആയിരുന്നു കെ രാധാകൃഷ്ണൻ. ഇക്കാരണത്താലാണ് കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. അന്തിമ കുറ്റപത്രം കൂടി സമർപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. നേരത്തെ CPMന്റെ സ്വത്തുവകകൾ ED കണ്ടുകെട്ടിയിരുന്നു. ആദ്യഘട്ട കുറ്റപത്രം ED സമർപ്പിച്ചിരുന്നു. അന്തിമ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുന്നോടിയായി പൊളിറ്റിക്കൽ ക്ലിയറൻസിനായി ED കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിരുന്നു.